സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. TV അഭിമുഖത്തിൽ 24 സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേർന്ന കൂടുതലുകളുമായി. ഷഫീദ്, അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതൊക്കെ കാറ്റഗറിയിലാണ് അവാർഡുകൾ വന്നിരിക്കുന്നത്? ഒപ്പം തന്നെ എപ്പോഴായിരിക്കും ഈ പുരസ്കാരങ്ങൾ സമ്മാനിക്കുക? പ്രജിൻ, 2024 സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലാണ് 24 വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. മികച്ച TV അഭിമുഖത്തിനുള്ള പുരസ്കാരം 24 സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണന് ലഭിച്ചിരിക്കുന്നു. അതായത് രാഷ്ട്രീയ പ്രാധാന്യമുള്ളതും സാമൂഹിക ഇടപെടൽ ആവശ്യവുമായിട്ടുള്ള പലതരത്തിലുള്ള അഭിമുഖ പരമ്പരകൾക്കാണ്, അഭിമുഖ വിഭാഗത്തിനാണ് ഈ പുരസ്കാരം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 25,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് പുരസ്കാരം വിതരണം ചെയ്യും. സർക്കാരിന്റെ സൗകര്യാർത്ഥം ആ ഒരു കൃത്യമായ ഡേറ്റ് ഇക്കാര്യത്തിൽ എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം അച്ചടി മാധ്യമ വിഭാഗത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാതൃഭൂമി, അതായത് അച്ചടി വിഭാഗം ജനറൽ റിപ്പോർട്ടിംഗിൽ മാതൃഭൂമി സീനിയർ കറസ്പോണ്ടന്റ് നീനു മോഹനാണ് അവാർഡ്. കുലമിറങ്ങുന്ന ആദിവാസി വധു എന്ന വാർത്താ പരമ്പരയ്ക്കാണ് അവാർഡ്. അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലും സാമൂഹിക ഇടപെടൽ അനുസരിച്ചുള്ള അവാർഡാണ് മാധ്യമ പുരസ്കാരങ്ങളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രജിൻ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. 24-ന് അഭിമാനിക്കാവുന്ന നേട്ടമാണ് സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്നത്. TV അഭിമുഖത്തിലാണ് 24 സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.